നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് വേദനകളും നിരാശകളും ഒക്കെ നമ്മുടെ ലൈഫിൽ നേരിടാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 2024 അനുഭവിച്ച വേദനകൾ ഒരുപക്ഷെ 2024 വന്നത് 25 വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. 25 പെയിനെല്ലാം ദൈവം ഓവർകം ചെയ്യിച്ചു. വീണ്ടും 2026 നമ്മെ കൊണ്ടുപോകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. ഒരു അത്തിവൃക്ഷത്തെ ഫലം തിരഞ്ഞു വന്ന ഉടമസ്ഥൻ. ആ ഉടമസ്ഥന്റെ കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലം കണ്ടില്ല. തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അപ്പം തോട്ടം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, നമുക്കിത് വെട്ടി എന്ത് ചെയ്യാം? തീരില്ല, വെട്ടി കരിച്ചു കളഞ്ഞു. വെറുതെ ഭൂമിയെ നിഷ്ഫലമാക്കുന്നു, അതുകൊണ്ട് വെട്ടി തീരിടാം അങ്ങനെ പറഞ്ഞു. പക്ഷേ തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, വേണ്ട, ഞാനിത് ചെയ്യാം, ഇതിന്റെ ചുവട് കിളയ്ക്കാം, കിളച്ചിട്ട് വളവിടാം, വളവിട്ട് മൂടി വെള്ളം ഒഴിച്ച് ഒരൽപ്പം കൂടെ ശുശ്രൂഷിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു പദം പറഞ്ഞു, മേലാൽ. ഒരു പ്രത്യാശയാണ് ആ ഒരു പദത്തെ സൂചിപ്പിക്കുന്നത്. മേലാൽ ഫലം കായ്ച്ചെങ്കിലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ വേളയിൽ ആത്മീയ മക്കളായിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഫലം കായ്ക്കുന്നവരാകണം ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് എന്നെ ഉപയോഗിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അപ്പൊ നമ്മൾ ഓർക്കും, അയ്യോ, എനിക്ക് വരുമാനമില്ല, ഭർത്താവ് ഡെയിലി കൂലിപ്പണിക്കാരന്, അദ്ദേഹത്തിന് ഒരു ദിവസം പണിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ആകമാനം അവതാളത്തിലാകും, പിന്നെ എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഭൗതികമായ ചിന്തയിൽ ചിന്തിച്ചേക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തമ്പുരാൻ തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആരും വന്ന് വെട്ടി കളയാൻ സമ്മതിക്കാതെ നമ്മൾ ഫലം കഴിക്കുന്ന വൃക്ഷമായി ഭൂമിയിൽ നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവം നമ്മുടെ ദൈവമാരാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ പല മീറ്റിങ്ങുകളിൽ, പല ശുശ്രൂഷകളുടെ നാവിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ TV, ടെലിവിഷൻ ഓൺ ചെയ്താൽ അതിനകത്ത് ഒരുപാട് സഭയുടെ കൂട്ടായ്മകളുടെ വിദ്യാഭ്യാസന്മാരുടെ വചന ശുശ്രൂഷകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്തിനേറെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ യൂട്യൂബ് ജസ്റ്റ് ഓൺ ചെയ്താൽ ലേറ്റസ്റ്റ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞടിച്ചാൽ പല പുതിയ മെസ്സേജുകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സാധു കുഞ്ഞുപദേശിയല്ല, ആശാരി ഉപദേശിയുടെ യേശു കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് അന്ന് ഏറ്റവും കൂടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കണം, വീണ്ടും ഒന്നത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു മെസ്സേജ് കേട്ട് എന്ത് തീഷ്ണതയുള്ള ശുശ്രൂഷകളായിരുന്നു പറയും. ഒരു വീടിനകത്തകത്തളത്തിനകത്ത് നിലത്ത് ചമ്പറം പടഞ്ഞിരുന്ന് ഒന്നിച്ച് കരം വിളിച്ച് ആത്മാവിൽ ആരാധിച്ച ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിക്കുന്ന കൂട്ടായ്മകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന്, ദൈവം ആരാണ് എന്നുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ, കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടെ സൈലന്റ് ആയിട്ട് പറഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റും, കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്നുള്ള വ്യത്യസ്ത നിലപാടുകളിലുള്ള നല്ല മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കേട്ട് തഴമ്പിച്ചിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ചില 2 വാക്യങ്ങളിൽ ദൈവം ആരാണെന്ന് ഞാനൊന്ന് വേഗം പറഞ്ഞ് 12:30 തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം. വേഗം എൻ്റെ കൂടെ വരണം. 8-ാമത്തെ വാക്യം. ആരും വായിക്കണ്ട, സ്ക്രീനിൽ എടുത്ത് വേഗം തരാമെങ്കിൽ ഞാൻ തന്നെ അതങ്ങ് വായിച്ച് വായിക്കാമോ? 2 കൊരിന്ത്യർ ചാപ്റ്റർ 9:8. ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ഹല്ലേലൂയ. ഈ വാക്യം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വ്യത്യസ്തമായി പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ താരതമ്യ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, നമ്മൾ ഗ്രഹിച്ചു, മനസ്സിലാക്കി. വളരെ സന്തോഷത്തോടെ നമ്മൾ മടങ്ങി. ഇന്നതുണ്ടോ ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരുപക്ഷെ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം
പൗലോസ് 8-ാമത്തെ വാക്യത്തിൽ ദൈവം ആരാണെന്ന് വ്യക്തമായി അവിടെ പ്രതിപാദിപ്പിക്കുന്നു. ഈ വിഷയം നമുക്കൊന്ന് വളരെ സാവകാശം ഒന്ന് കൈകാര്യം ചെയ്യാം. നിങ്ങൾ, അങ്ങനെയാണ് ആ പദം കൊണ്ടുവരുന്നത്. നിങ്ങൾ, വചനം പറയുന്നു, നിങ്ങൾ ആരാണ്? ഈ നിങ്ങൾ പുതിയ നിയമസഭ അല്ലെങ്കിൽ സുരേഷ്, നിങ്ങൾ, നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ആ പദം നമ്മളായിട്ട് സ്വീകരിക്കുക. കൂടെ നിൽക്കുന്നവരോടാണ് പറയുന്നതെങ്കിലും ഇത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇത് ആരോടാണ്? എന്നോടാണ് എന്നുള്ള വ്യക്തമായ മനോഭാവം. കഴിഞ്ഞ ദിവസം ഷാമോൻ എടുത്തൊരു മെസ്സേജ്, ഞാനിത് സങ്കീർത്തനം 37 അതിന്റെ 4-ാമത്തെയാണോ 5-ാമത്തെ വാക്യം? 4-ാമത്തെ വാക്യം. ആ പദം കൂടി ഒന്ന് എടുക്കാമോ? ആ വാക്യം കൂടി ഒന്ന് എടുത്ത് ഞാനൊന്ന് തൊട്ടിട്ട് ഇതിലേക്ക് വരാം. സങ്കീർത്തനം 37 അതിന്റെ 4-5 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? രസിച്ചു കൊള്ളുക. അടുത്തത്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് എന്ത് ചെയ്യും? ഇവിടെ ഓർക്കണം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് സാധിപ്പിച്ചു തരും. ആ പദം എത്ര സന്തോഷമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആ മനോഭാവത്തെ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനമാണ്. അവൻ നിന്റെ ഹൃദയത്തിലെ പിന്നെ എന്തേലും ആഗ്രഹിക്കാൻ കിടക്കുന്നു അല്ലേ? പാസ്റ്റർ, ഈ ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുമോ? കിട്ടും, കിട്ടത്തില്ലെന്നൊന്നും പറയുന്നില്ല. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. പക്ഷേ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യം. ഈ സാമ്പാറിന് ടേസ്റ്റ് വരുത്തുന്ന ഒരു സാധനം ഉണ്ട്. അത് ലാസ്റ്റ് അമ്മമാരിടും. എന്തായിരിക്കും അത്? കായം. ഹല്ലേലൂയ. ഈ കായത്തിന് മീൻ വറക്കുമ്പോ കായം ഇടാറുണ്ട്. അങ്ങനെ ഇടുന്നവരുണ്ടോ? ഇല്ല. കായം ഇട്ട് മീൻ വറുത്ത് കഴിക്കുന്ന ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് വരുത്തുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ കരിമീൻ, അതുപോലെ തന്നെ വലിയൊരു മീനുണ്ടല്ലോ, ഇപ്പൊ വളർത്തുമീൻ, സിലോപ്പി, ഇതൊക്കെ അതിന്റെ കൂടെ അല്പം കായപ്പൊടിയും നന്നായിട്ട് അതിന്റെ കൂടെയുള്ള ബാക്കി വിശ്വാസമൊക്കെ ചേർത്തിട്ട് വറക്കാൻ സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ല, അറിയാതെ പോകും 2 പ്ലേറ്റ്. ഇതുപോലെ തന്നെ ഓർക്കണം, ഇതിന്റെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വചനത്തിന്റെയും പിന്നിൽ ചില നമ്മളെ ബ്ലെസ് ചെയ്യുന്ന കണ്ടന്റുകളുണ്ട്. പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പിന്നിലെ പ്രധാന സബ്ജക്റ്റ് മറന്നു പോകരുത്. അത് മറഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യെടുക്കണം. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇവിടെ പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് എന്ത് ചെയ്യും? നിവർത്തിച്ചു തരും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, അല്ലെ? ആഗ്രഹങ്ങളെ. ആരുടെ ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്? പറഞ്ഞേ, ആരുടെ ആഗ്രഹത്തെ കുറിച്ചാ? അയ്യോ പറ. നമ്മുടെ, പറഞ്ഞേ, നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് തരും നീ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നെങ്കിൽ. ഇവിടെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിലെ, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരും എന്നുള്ളത് വചനം സത്യമാണെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മളെ അതിനകത്തൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എത്ര എണ്ണം സാധിപ്പിക്കുന്നവനാ. അപ്പൊ എപ്പോഴും വൺ സൈഡ് അല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, മറിച്ച് ഉപകാരം ചെയ്യുന്നവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ആ ആഗ്രഹങ്ങളും നമ്മൾ നിവർത്തിക്കുന്നവരായിരിക്കണം. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഈ ഭാഗത്തേക്ക് വരെ 2 കൊരിന്ത്യർ ലേഖനം 9-8 വാക്യം. ഈ ഭാഗത്തെ കുറിച്ച് വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. 8-9. നിങ്ങൾ ആരാണ്? നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും. എന്റെ കൂടെ വരുന്നുണ്ടല്ലോ, വന്നേ പറ്റത്തുള്ളൂ അരമണിക്കൂർ. നിങ്ങൾ സകലത്തിലും, ഏത് കാര്യത്തിലും, എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാണ്. ഇപ്പൊ തൃപ്തിയുണ്ടോ? ഇല്ല. പല കാര്യങ്ങളിലും തൃപ്തിയില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് തൃപ്തിയില്ല. വരുമാന കാര്യങ്ങളിൽ തൃപ്തിയില്ല. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൃപ്തിയില്ല. ആത്മീക ശുശ്രൂഷകളിൽ തൃപ്തിയില്ല. പലരുടെയും ശുശ്രൂഷകളിൽ തൃപ്തിയില്ല. ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇവിടെ നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറാം. ഹല്ലേലൂയ. സകല നല്ല പ്രവൃത്തികളിലും പെരുകി വരുമാറോ നിങ്ങളിൽ സകല കൃപയും പെരുപ്പിക്കുവാൻ, പെരുകുവാൻ ദൈവം ആരാണ്? ദൈവം സർവശക്തനാകുന്നു. ഹല്ലേലൂയ.
ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലൻ രാവിലെ നമ്മൾ കേട്ടു, കാരാഗൃഹത്തിനകത്ത് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നത്? അവരൊന്നും ചെയ്തില്ല. അവര് ദൈവത്തിന് വേണ്ടി നിന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ജയിലിൽ കിടന്നവരാണ് പൗലോസും ശീലാസും. കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ദൈവം ഈ പൗലോസിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് നീ അനങ്ങാതിരിക്കുന്നു. ഇതിനാ നല്ലൊരു ഹല്ലേലൂയ പറയേണ്ടത്. പിശാച് പിടിക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, പിശാച് പിടിക്കുമെന്ന് പറയുമ്പോൾ എന്തിനാ ഹല്ലേലൂയ പറയുന്നത്? പറഞ്ഞ ദൈവം ആരാണെന്ന് പറഞ്ഞത്? സർവശക്തൻ. ദൈവം സർവശക്തനാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതങ്ങ് സ്വീകരിക്കണം. എന്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ച ദൈവം, ഞാൻ എടുത്ത തീരുമാനം, അല്ലെങ്കിൽ ഞാൻ എടുത്തത് ആരുടെ കൂടെയാണോ ആ ദൈവത്തെ കുറിച്ച് ഞാൻ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനെ സ്വീകരിക്കേണ്ട രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നമ്മുടെ ദൈവം ആരാണെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നത്, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ദാവീദ് ഈ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? 1 ദിനവൃത്താന്ത പുസ്തകം എടുത്ത് ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 29 29-ാം അധ്യായം അതിന്റെ 10, 11, 12 വേദഭാഗം ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമോ? 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യം ഒന്ന് വായിച്ചേ. സർവസഭയുടെ മുൻപാകെ, സകല ജനത്തിന്റെ മുൻപാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയതെന്തെന്നാ, ദാവീദ് സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഒരു പരാമർശം കൊണ്ടുവരികയാ, ഒരു സ്തുതിപ്പ് കൊണ്ടുവരികയാ, ഒരു മഹത്വം കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവന്നെന്നറിയാമോ? ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ എന്ന് വിളിക്കാമോ? നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് ഈ സ്ക്രീനെ നോക്കി ഒന്ന് വായിച്ചേ. ഇവിടെ തൊട്ട് ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ. അടുത്തത് എല്ലാവരും ഈ സ്ക്രീനെ നോക്കി ഉറക്കെ വായിച്ചോട്ടെ. നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഈ 2 റോയിലുള്ളവര് പറയരുത്, നിങ്ങൾ കേട്ടോ. ഇവിടുന്ന് അനീഷ് ഇവിടെ ഉൾപ്പെടെ ഇത്രയും ഭാഗം പറയരുത്. അനങ്ങാതിരിക്കുന്ന ഇവർ ഇത്രയും പേര് ഈ വാക്യം ഒന്ന് ശക്തമായിട്ടൊന്ന് വായിച്ച്, ഇവിടെ തൊട്ട് ഞാൻ മിണ്ടുന്നില്ല, നിങ്ങൾ ഇവിടെ തൊട്ട് ഞങ്ങളുടെ തൊട്ട് ഇവിടം വരെ ഓറൽ വളരെ ഉറക്കത്തിലൊന്ന് പറഞ്ഞാട്ടെ. 1, 2, 3 സ്റ്റാർട്ട്. അതെന്താ അത് പറഞ്ഞപ്പോ അങ്ങ് താഴോട്ട് പോയത്? ഹല്ലേലൂയ. ഞങ്ങളിപ്പോ ഒരു പാട്ട് പാടി ആരാധിക്കാൻ പോവാ. ഏതാണെന്നറിയാമോ? എന്നെ നന്നായി അറിയും. ആ പാട്ട് ജോമോനിട്ട് ഒരു കീഴ്ക്കൂടി ഞാൻ കൊടുക്കും, ലാസ്റ്റ് സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് താഴോട്ട് കൊണ്ടുവന്ന് ഇന്ന് ആ പാട്ട് പാടുമ്പോ എന്ത് ചെയ്യണം? അവസാനം എന്ത് ചെയ്യണം? കേറി വരണം. ഞാൻ ജോമോന്റെ കൂടെ തന്നെ നിൽക്കും. വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞപ്പോ ആ പോക്ക് പോയത് കണ്ടില്ല, നേരെ ചെടിയിലുണ്ട്. ആ വാക്യത്തിന്റെ ആ വലിപ്പം, അതിന്റെ അർത്ഥം ഒന്ന് പിടികിട്ടിയാൽ, അത് പിടികിട്ടിയാലേ വായിന്ന് ശബ്ദം വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയാം, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ. നീ ആരാ? നീ എന്നും മാത്രമല്ല എന്നേക്കും. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ആരാണ്? അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ നാളെയും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അവൻ നിലനിൽക്കുന്ന ദൈവമാ, മാറ്റമില്ലാത്തവനാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്ന പദം എത്ര ഭയങ്കരമാ. അതിനെ വീറോടെ തന്നെ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. വിസ കിട്ടുന്ന മുട്ടുമടക്കിയാൽ ഒരു അർത്ഥവുമില്ല, ഒരു പ്രയോജനവുമില്ല. ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുന്നതിൽ നമ്മൾ മുൻപന്തിയിലായിരിക്കണം. ഭയങ്കരമല്ലേ? ഇവിടെ പറയാ. പിന്നെ ദാവീദ് സർവസഭയുടെ മുൻപാകെ, ദൂതൻ അല്ലേ മുൻപാകെ യഹോവയെ സ്തുതിച്ചു പാടിയതെന്തെന്നാൽ, ഞങ്ങളുടെ ദൈവമായ ഇസ്രായേലിന്റെ യഹോവേ, നീ ആരാണ്? നീ എന്നും എന്നേക്കും
ദാവീദ് പറയുക, നീ എന്റെ വാഴ്ത്തപ്പെട്ട. എങ്ങനെ കിടന്നതല്ലേ ദാവീദ്? ദാവീദിന്റെ ഒക്കെ ചരിത്രം പഠിച്ചാൽ ഞെട്ടിപ്പോകും. നമ്മൾ വായിച്ചങ്ങ് വിടും. ആകെ അറിയാവുന്നത് യഹോവയല്ലേ, തീർന്നല്ല. ഇനി അടുത്തത് എന്താ പറയുന്നത്? 11-ാമത്തെ വാക്യം ഞാൻ വേഗം സംസാരിച്ച പെട്ടെന്ന്. അടുത്തത് പറയുകയാണ്, ആദ്യം പറഞ്ഞു യഹോവേ നീ ആരായിരുന്നു? വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതാ പറഞ്ഞത് ആദ്യം. ഇത് എവിടെ വെച്ചാ പറഞ്ഞത്? ഇവിടെ ഈ പരിപാടിയല്ലേ. പിന്നെ സഭാമധ്യേ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഉയർത്തിക്കോണം. അത് നമ്മുടെ ജോലിയാണ്. അടുത്തത് വീണ്ടും സഭാമധ്യത്തിൽ ഈ ദാവീദ് എന്ന് പറയുക. എന്താ പറയുന്നതെന്ന് അറിയാമോ? മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും. ജനങ്ങൾ രക്ഷിക്കപ്പെടാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില ഡെലിവറൻസ് ചെയ്യുകയാണ്. യേശുവിനെ ഉയർത്തിയാൽ, പിതാവിനെ ഉയർത്തിയാൽ നിന്റെ ഭവനം ഇന്നലത്തെ പോലെ ആയിരിക്കത്തില്ല. നിന്റെ തലമുറകൾ ഇന്നലത്തെ പോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ കുടുംബങ്ങൾ ഇന്നലത്തെ പോലെ ആയിരിക്കത്തില്ല. ദൈവത്തിന് നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യത്യാസം വരുത്താനുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ? രണ്ടാമത്തെ പദം 11-ാമത്തെ കാര്യങ്ങൾ മുഴുവനും ഇന്ന് മാതാപിതാക്കളുടെ ഒരു പ്രശ്നമാണ്. ഇതെല്ലാം മക്കളുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുക. യശസ്സും മഹത്വവും പിന്നെന്തൊക്കെയാ? തേജസ്സും ശക്തിയും. അവൻ 7-ാം ക്ലാസ്സിലായതേ ഉള്ളൂ. അവരോട് പറയാം, പോയി ജിമ്മിൽ പോയി ബസ്സിൽ വലിപ്പിച്ചിട്ട് പോണാ. 7-ാം ക്ലാസ്സിലായി. എങ്ങനെയാ നടക്കുന്നത്? പോയില്ലേ? നമ്മുടെ ജീവിതം പോയില്ലേ? മഹത്വം കൊടുക്കേണ്ടവൻ ആർക്കാ? ദൈവത്തിന് അല്ലേ? ഇതൊന്നും മക്കൾക്ക് കൊടുത്തേക്കരുത്. ഈ സംഭവങ്ങൾ ഇതൊക്കെ പ്രാപിക്കാൻ യോഗ്യൻ ഒരുമനയുള്ളൂ. എനിക്കത് എന്റെ വിഷയമാണ്. ഇതൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ ഒരാള്. നമ്മൾ മഹത്വം കൊടുത്തില്ലെങ്കിൽ മഹത്വം കൊടുക്കാൻ തന്നെ ഈ കർട്ടൻസ് നാളെ എഴുന്നേക്കും അല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ? ഈ പോഡിയം ഇത് എഴുന്നേക്കും. ഈ ക്ലിപ്പൊക്കെ ആയിരിക്കും നാളെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും മക്കൾക്ക് കൊടുത്തേക്കരുത് മഹത്വം. കേട്ടില്ലേ? മക്കളെ കണ്ടു. ഓ പ്ലീസ്, ഇതൊക്കെ നാളെ നമ്മളെ കൈവിട്ടോളൂ. 10 പൈസ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ ദൈവമക്കളെ, എന്റെ അമ്മമാരെ, അച്ചായന്മാരെ, നിങ്ങളൊന്നും വരച്ച വരെ നിൽക്കുന്ന കൂട്ടത്തിലല്ല ഇന്നത്തെ കാലഘട്ടം. സൂക്ഷിക്കണം. നിങ്ങൾ പഠിപ്പിക്കുക. ജനറേറ്ററിന് 10 പൈസ കൊടുക്കാൻ പഠിപ്പിക്കുക. അവർ രക്ഷപ്പെടും. തലമുറ രക്ഷപ്പെടും. കേട്ടോ? ഓൾഡേജ് ഹോമിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് 50,000 രൂപയായില്ലേ അഡ്വാൻസ് സെക്യൂരിറ്റി. ആകെ 20,000 രൂപ അതിന്റെ ഫണ്ടുണ്ട്. ഒരു 100 രൂപ ചുമ്മാ കൊടുക്കാൻ പറ. അതിന്റെ ഫണ്ടൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ദൈവം ഒരിക്കൽ തന്നോണ്ടിരിക്കുന്നു. പക്ഷെ ചെയ്യാനായിട്ട് ഇന്നത്തെ പിള്ളേർക്ക് റേഷൻ കടയിൽ പോകാൻ അറിയോ? ഇന്നത്തെ പിള്ളേർക്ക് റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കാൻ അറിയാമോ? അവർക്ക് നാണമാണ്. റേഷൻ കാർഡ് പിടിച്ചുകൊണ്ട് 2 കിലോ അരി വാങ്ങിക്കാൻ നാണമാണ്. എന്ത് കാലമാ പോയില്ലേ? കുഴപ്പം നാണമുള്ള നമ്മളത് ശീലിപ്പിച്ചിട്ടില്ല. ഞാൻ പണ്ട് റേഷൻ കട ക്യൂ നിന്ന് അരി വാങ്ങിച്ചത് അതൊന്നും പറഞ്ഞ് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ദൈവമക്കളെ, ഇതെല്ലാം മക്കളുടെ തലയിലോട്ട് ഇട്ട് കൊടുത്തേക്കരുത്. ഇതെല്ലാം ആർക്കുള്ളതാ? സഭാ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തേക്കണം. ഇതൊന്നും നമ്മൾ കയറി ചാടി പിടിച്ചേക്കരുത്. മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും തമ്പുരാനെ നിനക്കുള്ളതും മാത്രമാ.
ഹല്ലേലൂയ. അടുത്തത് പറയുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. കെട്ടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും അതിനുവേണ്ടി വാശി കാണിച്ച് രാപ്പകൽ ഉറക്കളച്ച് സഭായോഗം കൂടെ വിട്ടിട്ട് അധ്വാനിക്കാൻ പോകുമ്പോൾ ഓർത്തോളം, ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നിസ്സാരം 10 രൂപയുടെ പോലും നമുക്ക് നാളെ സ്വന്തമെന്ന് വന്നു തീർക്കത്തില്ല. പക്ഷേ ഇതിന്റെ എല്ലാം ഒരു അധികാരിയുണ്ട്. അവൻ ആരാണെന്ന് അറിയാമോ? അവൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. അവൻ അനാദിയാണ്, അവൻ ശാശ്വതവാസിയാണ്. അവൻ താണഭൂമിയിലേക്ക് പുത്രനെ അയച്ച നമ്മുടെ വീണ്ടെടുത്ത മക്കളാക്കി തീർത്ത സർവശക്തനായ ദൈവമാണ്. അവനാ സകലത്തിന്റെയും അധികാരി. അവനല്ലാതെ വേറെ ആരും അധികാരിയായിട്ടില്ല. അപ്പൊ നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും ആർക്കുള്ളതാ? നിനക്കുള്ളതല്ലോ. കണ്ടോ, ഇതാരെ വെളിപ്പെടുത്തുന്നത്? ഇതാരെ വെളിപ്പെടുത്തുന്നത്? ദാവീദ് പറഞ്ഞേ. പറ ദാവീദ്. ചുമ്മാ പറഞ്ഞേ ദാവീദ്. അങ്ങനെ പറ, അങ്ങനെ കൂടെ. ഇനി അടുത്തത് ഇതെവിടെ നിന്നുള്ള പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് ഇവിടെ പാടുമ്പോൾ ആ പാട്ടിന്റെ വരികളെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഇന്ന ദൈവത്തെ ഉയർത്തി. താങ്ക് യു സോ മച്ച്. നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു എൻകറേജ്മെന്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കിവിടെ ഇരിക്കുമ്പോൾ ചുമ്മാതെ നമ്മൾ ഒരു കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിന്റെ നാടകം ദാ വരുന്നു എന്ന് പറയാൻ അങ്ങനെ ആ കാമ്പശയിലല്ല ഇരിക്കേണ്ടത്. മറിച്ച് ഇവിടെ ലീഡ് ചെയ്യുമ്പോൾ, പാടുമ്പോൾ ഇതിനകത്ത് ഏത് വരികളാണ് എൻ്റെ ഹൃദയത്തെ തൊടുന്നതെന്ന് തിരിച്ചറിയാനിരിക്കണം. ആ പാട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ എൻകറേജ്മെന്റ് കഴിയുമ്പോൾ, ആ പതിഞ്ഞ ശബ്ദത്തെ എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. കിട്ടുന്നുണ്ടോ? ഞാനൊരു കൂട്ടായ്മയിൽ പോയിരുന്നു, ആരാധന നടക്കുക. ഈ പാട്ട് ശ്രീകൃഷ്ണനാമം ആദ്യം പാടി ഒരു അച്ഛനെ തുടങ്ങിയത്. അച്ഛൻ പാട്ട് നിർത്തില്ല. അങ്ങേറ്റത്ത് മൂന്നിരുന്ന അമ്മ അടുത്തൊരെണ്ണം വേറെ ഒരെണ്ണം, അതേ ട്യൂണിലൊരെണ്ണം വേറെ ഒരെണ്ണം അടിച്ചു വിട്ടു. ആ അമ്മ നിർത്തിയില്ല. അതിന് മുമ്പ് ഇപ്പുറത്തിരിക്കുന്ന ഒരു വേറൊരു ആന്റി അടുത്ത് തുറന്നു തുടങ്ങി. പാസ്റ്റർ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് എപ്പോഴും ഒന്ന് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട്. ഒരു 7 പാട്ട് കണ്ടിന്യൂ അടിച്ചടിച്ച്, ഞാനും കൈയടിച്ചു, അടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കൈയടിച്ചു 7 പാട്ട് 1 മണിക്കൂർ കൊണ്ട് അവരിരുന്ന് പാടി ആരാധിച്ചു. ഞെട്ടിപ്പോയി. നോ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. അത് ആരാധന. ചുമ്മാ 1 മണിക്കൂർ 5-6 പാട്ടെടുത്ത് കൈയടിക്കുന്നതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതുമാണ് ആരാധന. ഇവിടെ സഭാമധ്യത്തിൽ നിന്നുകൊണ്ട് ദാവീദ് വീണ്ടും 3-ാം പ്രാവശ്യം പറയുക, യഹോവേ. ഒന്ന് കേട്ട്, ദൈവത്തെ വിളിക്കുന്ന വിളി കേട്ടോ. യഹോവേ, രാജ്യത്വം നിനക്ക് ഉള്ളതാകുന്നു, നീ സകലത്തിനും മീതെ. ഞാനൊന്നുമല്ല കർത്താവേ, ഞാനൊന്നുമല്ല. പക്ഷെ എന്റെ മുകളിൽ നീ എനിക്ക് തലവനായിരിക്കുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയാ, ഞാൻ മാനിക്കപ്പെട്ടവൻ തന്നെയാ. നീയാണ് എന്റെ മുകളിൽ ഉയർന്നിരിക്കുന്നത്. നീ സകലത്തിനും മീതെ, ഈ ഭൂമിക്ക് മീതെ, ആകാശത്തിന് മീതെ, ഈ ഗാലക്സിക്ക് മുകളിൽ മീതെ നീ മാത്രമായിരിക്കുന്നത്. ആകാശം ഉണ്ടാക്കുന്നതിന് മുൻപേ നീ അനാദിയും ശാശ്വതമായ നീ ആരാ? മോശയുടെ പ്രാർത്ഥന അല്ലേ? അവര് മരിച്ചു കിടക്കുക. കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അയച്ചു തന്ന യഹോവയുടെ മരണത്തിൽ വേദനിച്ചു നിൽക്കുന്ന മോശ താൻ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? ഓ, ഈ ദൈവം മഹത്വത്തിൽ വാഴുന്ന ദൈവമാണ്. അനാദിയും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു. ഇന്ന് കാണുന്നവരൊക്കെ നാളെ ചിലപ്പോൾ നമ്മുടെ മുൻപിൽ വന്നെന്ന് വരത്തില്ല, കണ്ടില്ലെന്ന് വരാം. പക്ഷേ ദൈവം ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ലവൻ, മാറ്റമില്ലാത്ത നമ്മുടെ ദൈവം. ഓ, ഇനി വായിക്കാം. അടുത്തത് തലവനായിരിക്കും 12-ാമത്തെ വാക്യം കൂടെ വായിച്ചോളെ. 12-ാമത്തെ വാക്യം. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇതെല്ലാം നമ്മൾ ഏറ്റെടുത്തിരിക്കുക അല്ലേ? ഇതെല്ലാം 6 മണിയായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് പറഞ്ഞു നമ്മൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ? അതങ്ങ് വിടുക കേട്ടോ. ആ പരിപാടി നമ്മളൊന്നുമില്ലെന്ന് സമ്മതിക്കുക ദൈവത്തിന്റെ മുൻപിൽ.
ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കണം, ഞാൻ ഒന്നുമല്ല. ഇവിടെ മൂന്നാമത്തെ പദം ഇങ്ങനെയാണ് ദാവീദ് ഓർമ്മിപ്പിക്കുന്നത്, ധനവും. അപ്പൊ അത് ആരുടെ കയ്യിലുണ്ട്? 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ആരാ? ഉറപ്പുണ്ടോ? ഒന്ന് ഉറപ്പിച്ച്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ. ഈ റോമാലേഖനത്തിനകത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പദമുണ്ട്, റോമാലേഖനം. അവിടെ നിൽക്കട്ടെ, എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം, മറന്നുപോയില്ല. ഞാനും രാജേഷും കൂടെ ഇപ്പൊ ഒരു പങ്കുകച്ചവടം നടത്താൻ പോവുക. പങ്കുകച്ചവടം നടത്തുമ്പോൾ രാജേഷ് 50,000 ഇട്ട്, ഞാൻ 50,000 കണക്കോട്ടെ, കുറച്ചുകൂടെ കുറയ്ക്കാൻ. അതിൻ്റെ ഓർക്ക് നമ്മുടെ ഒത്തിരി പൈസ ഉള്ളത്. ഓക്കെ, രാജേഷ് 500 രൂപ ഇട്ട്, ഞാനും 500 രൂപ ഇട്ടു. 500, 1000 രൂപ കൊണ്ട് ഒരു ബിസിനസ് ചെയ്തു. അതിനകത്തൊന്നൊരു കൊള്ള ലാഭം കിട്ടി, 2000 രൂപ കിട്ടി. 1000 മുടങ്ങിയപ്പോൾ ഞങ്ങൾ 2000 ഒപ്പിച്ചു, മൊത്തം 3000 രൂപ. ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ 2000, രാജേഷ് 1000 കൊടുത്താൽ കാര്യം നടക്കുമോ? നടക്കത്തില്ല. 3000ന്റെ പതി 1500, 500 പതി 2000 വെച്ച് എന്ത് ചെയ്യണം? അതെടുക്കണം. സോറി, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. 3000 ലാഭം കിട്ടിയത്. 2000 ലാഭം കിട്ടും. അപ്പൊ 2000, 1000, 3000 എത്ര വെച്ച് എടുക്കണം? 1500 വെച്ച് എടുക്കണം. ഞാൻ 2000, രാജേഷ് 1000 കൊടുത്ത കാര്യം നടക്കുമോ? നടക്കത്തില്ല. ഇത് ആർക്കുള്ളതാ? 2 പേർക്കും ഇവിടെ കിട്ടുന്നുണ്ടോ? ഇതുപോലെ ദൈവം നമ്മളെ തന്റെ മക്കളാക്കി എടുത്തെങ്കിൽ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ധനം ദൈവത്തിന്റെ മാത്രമല്ല, ദൈവത്തിന്റെ മക്കളുടെ കൂടിയാണ്. ദൈവത്തിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ധനം ആരുടെയും കൂടിയാ? നമ്മൾക്കും കൂടിയാ. ഹല്ലേലൂയ. പക്ഷെ ഇത് മൊത്തം നമ്മുടെ എന്ന് പറയാൻ പോയത് പ്രശ്നമാ. നമ്മൾ ഇവിടെ പറയണം, കർത്താവേ, ധനവും ബഹുമാനവും എവിടെ നിന്ന്? നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു. ഒരു പാസ്റ്റർ അപ്പച്ചന്റെ വീട്ടില് ഒരു ദൈവദാസൻ പോയി. വളരെ പ്രായമുള്ള ഒരു പാസ്റ്ററപ്പച്ചൻ, അദ്ദേഹത്തെ ശുശ്രൂഷയിലില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദേവദാസനെ വേറെ ആളോട് ഇങ്ങനെ വർത്താനം പറയാം. അപ്പൊ ഇങ്ങനെ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മൂത്ത മോനെ ഏത് വർഷമാണ് മൂത്ത മോനെ കെട്ടിച്ചത് എന്ന് വന്നയാൾ അപ്പച്ചനോട് ചോദിച്ചപ്പം അപ്പച്ചൻ പറഞ്ഞ വർഷം തെറ്റിപ്പോയി. അപ്പച്ചൻ പറഞ്ഞ വർഷം തെറ്റിപ്പോയി. വർഷത്തിന് ഒരു ഇച്ചിരി വ്യത്യാസം വന്നു കേട്ടോ കുഞ്ഞോളാൻറ്റി. വർഷം തെറ്റിപ്പോയി. അപ്പോഴത്തേക്ക് അടുക്കളയിൽ ഭയങ്കര ശബ്ദം. ഈ മനുഷ്യന് മക്കളെ കെട്ടിച്ച വർഷം പോലും അറിയത്തില്ല എന്ന് പറഞ്ഞൊരു ചാടി തുള്ളിയ ഒരു ശബ്ദം. എന്നിട്ട് വന്ന് പറഞ്ഞു, മനുഷ്യ അതല്ല, പിന്നെ ഏതാ? ഇതാ ഈ വർഷം. സൂക്ഷിക്കും. അപ്പച്ചൻ പൊട്ടത്തെറ്റ് പറഞ്ഞെങ്കിൽ മിണ്ടാതെങ്കിലും പോയി മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യാവുള്ളൂ? തിരുത്താവുള്ളൂ. വീട്ടിലെ ഭരണം ഒന്നും എന്ത് ചെയ്തേക്കരുത്? എടുത്തേക്കരുത്. ചെറുക്കനെ പെണ്ണിനെ സ്റ്റേജിൽ കല്യാണം നടത്തുന്ന സമയത്ത് ഞാൻ പെണ്ണിനോടും ചെറുക്കനോടും സംസാരിക്കത്തില്ല. ചെറുക്കൻ്റെ അപ്പനോടും അമ്മയോടും മാത്രമേ ഇനി ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും എന്ത് ചെയ്യുന്നു? സർവവും ഭരിക്കുന്നു. അടുത്തത്, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. അടുത്തത് വായിച്ചേ, സ്ക്രീനെ നോക്കി. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും യഹോവേ, അത് നിന്റെ പ്രവൃത്തിയാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക, ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെറുതാകണം, ഞാനോ കുറയണം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം വളരണം. സ്ഥാനം കൊടുക്കേണ്ടത് മക്കൾക്കല്ല, സ്ഥാനം കൊടുക്കേണ്ടത് ഭാര്യയ്ക്കല്ല, സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിനല്ല. ഒരു കുടുംബത്തെ ഭരിക്കേണ്ടത് സർവശക്തനായ ദൈവമായിരിക്കുക. ഹല്ലേലൂയ. അനുഭവസ്ഥനായ ദാവീദ് വിളിച്ചു പറയുക, സകലത്തെയും വലുതാക്കുന്നതും സകലത്തെയും അനുഗ്രഹിക്കുന്നതും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നതും ഒക്കെ സർവശക്തനെ, അതെല്ലാം നിന്റെ പ്രവൃത്തിയാകുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ആരാണെന്ന് അവിടെ പറയുന്നു. വേഗം ഒന്ന് കേൾക്കാം. വേഗം വേഗം വേഗം. ദാനിയേൽ എന്ന് പറയുമ്പോഴേ പുസ്തകം തുറന്നേക്കണേ. 3:17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്, ഇത് ആരാ പറയുന്നതെന്ന് അറിയാമോ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇവര് പറയുക, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും
അടുത്തത്, രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. അതിന്റെ അർത്ഥം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തീയുടെ അനുഭവങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ കേറി വന്നാലും, വേദനകൾ നിരന്തരമായി കേറി വന്നാലും, ദാവീദ് സഭാമധ്യത്തിൽ പറഞ്ഞതുപോലെ, സകലത്തിന്റെ മീതെ വസിക്കുന്നവൻ സർവശക്തനായ യഹോവേ നീ മാത്രമാകുന്നു എന്ന് പറഞ്ഞ് മഹത്വവും പുകഴ്ചയും ബഹുമാനവും സകലതും അനുഭവിക്കാൻ യോഗ്യനായ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഏതു ദൈവ പൈതലിനെയും പ്രശ്നഘട്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഒരു വളരെ വലിയ പ്രഖ്യാപനമാണ് ഇവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും കൊണ്ടുവന്നത്. എന്താണെന്നറിയാമോ? ഞങ്ങളെ തീക്കകത്ത് എറിയുന്നെങ്കിൽ എറിഞ്ഞോട്ടെ, തീക്കകത്തിട്ട് നശിപ്പിക്കാനാ ഞങ്ങളുടെ ദൈവത്തിന് ആഗ്രഹമെങ്കിൽ അത് സംഭവിക്കട്ടെ, കുഴപ്പമില്ല, ഞങ്ങളത് റിജക്ട് ചെയ്യുന്നില്ല. പക്ഷെ തീക്കകത്ത് നിന്നും ഈ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നമ്മുടെ ദൈവം പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ. അടുത്തൊരു പദം ഒന്ന് വായിക്കാമോ? റോമലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞ ഒരു പദമാണ്. ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. പൗലോസ് നമ്മളോട് പറയുന്ന പദം കൂടെ ഒന്ന് വളരെ വേഗം ഒന്ന് ശ്രദ്ധിക്കാം. റോമലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഉറക്കെ വായിച്ചാട്ടെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ കേട്ടോ? മരിച്ചവരെ എന്ത് ചെയ്യും? അങ്ങനെ ചരിത്രം നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഇല്ലെന്ന് പറ. ഞങ്ങൾ കണ്ടിട്ടില്ല. മരിച്ചവരെ ആരും എഴുന്നേറ്റ് നടക്കുന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് സത്യമാണെങ്കിൽ, ലാസർ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ദൈവത്തിലാണ്. ഓർത്ത് നോക്കിക്കേ, ഇന്നലെ മരിച്ചു കിടന്നതല്ലായിരുന്നു ഇതെല്ലാം പാപത്തിനകത്തും ശാപത്തിനകത്തും മരിച്ചു കിടന്നതല്ലേ? പക്ഷെ ആ മരണകരമായ ജീവിതത്തിനകത്ത് നിന്ന് പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്ന് ദൈവം തന്റെ സ്നേഹം കൊണ്ട് നമ്മെ ജീവിപ്പിച്ച ദൈവത്തെ എത്ര പേർക്ക് മഹത്വപ്പെടുത്താൻ കഴിയും? 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇന്ന് പകൽ നമ്മളോട് ഓർമ്മിപ്പിക്കുക, നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ മാത്രമല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തെ ആരാധിക്കാന് ഇത് രാവിലെ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ വന്ന് ബസ്സിൽ കയറി ബുദ്ധിമുട്ടി അങ്ങോട്ട് വരിക, പിന്നെ തരാന്നൊക്കെ പറഞ്ഞ് കടമൊക്കെ ആണെങ്കിലും പറഞ്ഞ് ഇവിടം വരെ എത്തിയത് ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഇല്ലാത്തതിനെ, കാരണം എന്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടെങ്കിൽ എന്റെ ശൂന്യതയെ നികത്താൻ ഇന്ന് ബന്ധപ്പെട്ട് ആരാധനയ്ക്ക് വന്ന് ആരാധിക്കുന്ന ദൈവം ആ ശൂന്യതയുടെ മേൽ ദൈവം പ്രവർത്തിച്ചു. അടുത്തൊരു പദം കൂടെ വായിക്കാം. മാത്യു 3:9 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നത് വായിക്കാമോ? അബ്രഹാം ഞങ്ങൾക്ക് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അബ്രഹാം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. പിന്നെ ആരെ നമ്മൾ വിശ്വസിക്കണം? ഇവിടെ പറഞ്ഞു ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ അബ്രഹാമിന് മക്കളെ ഉളവാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അവന്റെ പേര് സർവശക്തനായ ദൈവം. എവിടെ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ? എന്ത് ഭയങ്കരം അല്ലേ? അപ്പം ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ദൈവത്തിന് 2 മനുഷ്യരൊന്നും വേണ്ട. പിന്നെ ദൈവത്തിന് എന്നാ കിട്ടിയാൽ മതി? ഒരു കല്ല്. ഈ ദൈവത്തെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? ഇതിനെ ഒന്ന് വലിപ്പപ്പെടുത്തി കാണാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്താ? എന്റെ ദൈവത്തിന്റെ മുൻപിൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ പറയും അയ്യോ നടക്കുമോ. നമ്മുടെ ദൈവത്താൽ അസാധ്യമായത്
ദൈവത്താൽ സകലതും സാധ്യം. അപ്പൊ സകലതും സാധ്യമാക്കുന്ന ഒരു ദൈവം. അതിലെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ മോളെ? 1 മുതൽ 1 താഴോട്ട് വായിക്കാമോ? ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരൂശലേമിലും യഹൂദയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാരെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. അബ്രഹാമിനോ സുരേഷിനോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കോ മക്കളെ ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. 25 വർഷത്തെ കാത്തിരിപ്പൊന്നും വേണ്ട. ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ കരങ്ങളിൽ പൂർത്തീകരിച്ചു കൊടുത്തു. വായിക്കാം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-18 വാക്യം. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. തീർന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം. ഇന്ന് കേൾക്കാതെ പോയിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയെന്ന് അല്ലേ? കാരണം ഇരിപ്പ് കാണുമ്പോൾ ഇരുന്നത് നന്നായി എന്ന്. സ്തോത്രം. വായിച്ചാൽ എബ്രായ ലേഖനം 2:17-18. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് ദൈവത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ്. കേട്ടോണം. ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി. ഈ യേശു തന്നെ, അപ്പൊ ഈ യേശു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? പരീക്ഷിക്കപ്പെട്ടു അല്ലേ? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക, സ്വയം കഷ്ടത അനുഭവിച്ചിരിക്കുകയാൽ സഹിക്കുന്നവരാരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കഷ്ടത നേരിടുന്നവരുണ്ടോ? ഇന്നത്തെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഉണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട. ചില കഷ്ടതകളിൽ കൂടിയാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് വേറെ ഗുണമായി. ഗമാലിയേലിന്റെ പാദത്തിൽ ഇരുന്ന് വചനം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സഭായോഗത്തിന് പഠിക്കുന്നത് പോലെ വളരെ ദുഷ്കരമായ ഒരു അനുഭവമായിരുന്നു. പക്ഷേ ആ ഇരുന്ന് പഠിച്ചത് എന്റെ ജീവിതത്തിൽ എന്തായിട്ട് മാറി? എനിക്ക് ഗുണമായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ അടുത്ത വചനം ഓർമ്മിപ്പിക്കുന്നു, പരീക്ഷ സഹിക്കുന്നവർക്ക് അവരെ സഹായിക്കുവാൻ ഈ പരീക്ഷ സഹിച്ച യേശു കർത്താവ് ആരാകുന്നു? അവൻ കഴിവുള്ള കർത്താവാകുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും ഇപ്പോൾ പറയുക, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒറ്റ പദം കൂടെ പറയാം. എബ്രായ ലേഖനം 5:7 അങ്ങ് വായിച്ചട്ടെ. 5:7 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട്, അടുത്തത് കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു കർത്താവിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എവിടെ നിന്ന് യേശു കർത്താവിന് മറുപടി ലഭിച്ചത്? എവിടെ നിന്നാ?
കാൽവറി ക്രൂശിലേക്ക് ഗബഥ എന്ന് പറയുന്ന കൽത്തളത്തിൽ വെച്ച് ഇരുമ്പ് വളയത്തിൽ തന്നെ കെട്ടിയിട്ടടി തുടങ്ങുന്നിടം തൊട്ട് കാൽവറി ക്രൂശിൽ 3 ആളുകളിൽ മേൽ ക്രൂശിക്കപ്പെട്ട അവസാന തുള്ളി രക്തവും ഊറ്റിക്കൊടുത്ത് ലോകത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കണമെന്നുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ച യേശു കർത്താവ് ഗെത്സമനയിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ. ആ പ്രാർത്ഥനയുടെ മറുപടി കാൽവറി കൊലക്കളത്തിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിക്കൊടുത്തിട്ടും യേശു കർത്താവിനെ റിജക്ട് ചെയ്യാതെ തള്ളിക്കളയാതെ മരണത്തിനകത്ത് നിന്ന് വിടുവിച്ച് എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്ത് യേശുവിനെ സർവശക്തനായ ദൈവം ഉയർത്തിപ്പിടിച്ചെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാമോ? അവൻ മരണത്തെ ജയിച്ച യേശുവാ. നല്ലതായിട്ട് കരവാണിച്ച് മരണത്തെ ജയിച്ച നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഈ യേശുവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ ദൈവം ആരാണ്? അവൻ വിടുവിക്കുന്ന ദൈവമാ. അവൻ മരിച്ചവനെ ജീവിപ്പിക്കുന്നവനാ. കണ്ണുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുന്നവനാ. നമ്മെ സഹായിക്കുന്നവനാ. മരണത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിക്കുന്നവനാ. ഓ, എത്ര ഭയങ്കരം! നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. വൃത്താന്തം 29 നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമ്മൾ വേഗമൊന്ന് മടങ്ങി വരാം. സഭാമധ്യത്തിൽ ദാവീദ് പിതാവായ ദൈവത്തെ ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വൃത്താന്തം 29:10 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ദാവീദ് സർവസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും അത് നിനക്കുള്ളതാകുന്നു. യഹോവേ, രാജത്വം അത് നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ ധനവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം ആരാണ്? എന്നെ നന്നായി അറിയുന്ന ദൈവം. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ദൈവത്തിന് അറിയാം. നമ്മൾ കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും അറിയാം. നമ്മൾ കൈ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവത്തിന് അറിയാം. നമ്മുടെ ഓരോ നിരൂപണങ്ങളും നമ്മുടെ ദൈവത്തിന് അറിയാം. സ്തോത്ര കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ടോ? ദശാംശം കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ കവറിലേക്ക് അത് കൊണ്ടുവരാം. ഈ പാട്ട് പാടി ആരാധിക്കുമ്പോൾ തന്നെ വേഗത്തിൽ ഒരേ കവറൊന്ന് പാസ് ചെയ്ത് വിട്ടാൽ വേഗം അതെടുത്ത് അതിനെ തൊട്ടിട്ടിട്ട് നമുക്ക് ദൈവത്തെ ചേർന്ന് ആരാധിക്കാം. 12:30 തന്നെ അവസാനിപ്പിച്ച് നമുക്ക് വേഗം മടങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നതാണ്.
നാഥൻ വരവിൽ രക്ഷകൻ സാക്ഷി
സർവശക്തനും സർവാധികാരിയും സർവവ്യാപിയുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടി അവരുടെ പാദത്തിൽ ഇരിക്കുവാൻ, അങ്ങാരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ഇന്ന് കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. സർവ്വസഭയുടെ മുൻപാകെ ദാവീദ് പുത്രനെ വെളിപ്പെടുത്തിയതുപോലെ, യേശുവിനെ ഉയർത്തിയതുപോലെ ഞങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന നല്ല അനുഭവങ്ങൾക്കായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഈ ബലത്തോടെ, ഈ സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി വിടുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങേ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും പിന്നെയും അവിടുന്ന് സഹായിക്കണം. കൂട്ടായ്മ അനുഗ്രഹിച്ചതായിട്ട് നന്ദി. അന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കരം കൊണ്ട് തൊട്ടനുഗ്രഹിച്ചല്ലോ. അതിനെല്ലാത്തിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്നല്ലോ. രോഗികളെ സൗഖ്യമാക്കിയല്ലോ. സ്തോത്രം കർത്താവേ, അവിടുന്ന് പ്രവർത്തിച്ചതിനായിട്ട് നന്ദി. നല്ല നല്ല അനുഭവ സാക്ഷ്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ പ്രസ്താവിപ്പാൻ പിന്നെയും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൃപ കൂടിയിരിക്കണം. ഞങ്ങളുടെ വാഹനങ്ങളെയൊക്കെ കരുതണം. തക്ക സമയത്ത് ഭവനത്തിലെത്തിക്കുവോളോ ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ പരിപാലിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാം ത്രിയേക ദൈവത്തിന് മാത്രം ഈ സമയം ഞങ്ങൾ കരയേറ്റുന്നു. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കാവലും കൂട്ടായ്മയും നാം ഇവരുടെ മേലും നമ്മുടെ ഭവനങ്ങളുടെ മേലും നമ്മളെ ഏൽപ്പിച്ച എല്ലാ ആത്മീക ശുശ്രൂഷകളുടെ മേലും ഇന്നും എന്നും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിനെ നമുക്ക് ചേർന്ന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.